ആകെ ടെൻഷനായല്ലോ. ചെക്ക് ചെയ്യണ്ടില്ലേ? ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ എല്ലാ തേങ്ങയുണ്ട്. അല്ലേ എന്തിനാ ഈ ആവശ്യമില്ലാത്തൊക്കെ ചെക്ക് ചെയ്യാൻ പോയത്? ഞാൻ കണ്ടില്ല, ചെക്ക് ഒന്നും ചെയ്തില്ല. എനിക്ക് നല്ല സമാധാനം ഉണ്ടല്ലോ, ഉഷാറായി നിൽക്കണ്ടില്ല. എടാ ഇതൊരു കാര്യം ചെയ്യും, ഇത് കൂടി പോയി ചെക്ക് ചെയ്യും. ഓടാ, എന്നിട്ട് വേണം എൻ്റെ ഉള്ള സമാധാനം കളയാം. എൻ്റെ ക്യാഷൊക്കെ ഞാൻ എടുക്കാം, നീ ജസ്റ്റ് പോയി ഒന്ന് ചെക്ക് ചെയ്താൽ മതി പ്ലീസ്. എൻ്റെ ഒരു സമാധാനത്തിനാടാ. അങ്ങനെ പോയി നീ സമാധാനപ്പെടണ്ട. എടാ നമ്മളൊക്കെ 90 കിഡ്സ് അല്ലേ, നമുക്ക് 35 വയസ്സായി. ഇനി ഇവിടുന്ന് അങ്ങോട്ട് കിട്ടിയ ലാഭം. ഈ സമയമായി കഴിഞ്ഞാൽ എല്ലാവർക്കും വരും. 35 വയസ്സോ? ഞാൻ 93 ആണ്, എനിക്ക് 32 ആയിട്ടുള്ളൂ. വല്ലാതെ ദൂരമൊന്നും ഇല്ല, അങ്ങോട്ട് എണ്ണി വയ്ക്കുക. 35 32 കുറച്ച് നോക്ക്. അതൊന്നല്ലടാ എൻ്റെ വിഷമം. ഇപ്പം എവിടെ ചെന്നാലും പെൺകുട്ടികളൊക്കെ എന്നെ കണ്ടാൽ കാക്കാന്ന് വിളിക്കുകയാണ്. എനിക്കറിയോ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അക്ഷയയിൽ പോയി, അവിടുന്ന് ഒരു പെൺകുട്ടി എല്ലാവരും മുമ്പിലിട്ട് എന്നോട് ചോദിക്കുക, കാക്ക നിങ്ങളെ ആധാർ കാർഡ് റെഡിയാണോ? എൻ്റെ തൊലി ഉരിഞ്ഞു പോയി. എനിക്കറിയോ, അനക്ക് അതെല്ലാം സംഭവിച്ചേ. കഴിഞ്ഞ ദിവസം മൊറീരങ്ങാടിയിൽ ഞാൻ റോഡ് മുറിച്ചെടുക്കാൻ വേണ്ടി അവിടെ നിൽക്കുന്നു. അതിൻ്റെ പുറകുന്ന് പെട്ടെന്നൊരു കുട്ടീനെ വന്ന് കൈകൊണ്ട് പിടിച്ചുകൊണ്ട് എന്നെ റോഡ് മുറിച്ചെടുക്കാൻ സഹായിച്ചേ. എന്നിട്ട് ആ കുട്ടിയാണ്ട് പോവുകയും ചെയ്തു. ഇതെന്നാ ആലോചിച്ച് നോക്കിയാ. കുട്ടിയും കട്ടാവില്ല, ഞാൻ അങ്ങോട്ടേ ഇറങ്ങി കൈ പിടിച്ച്. ഇതെന്താ പറഞ്ഞത്? അല്ല ഒന്നുമില്ല. എടാ വെയിൽ വരുന്നുണ്ട്, നമുക്ക് അവിടെ മാറിയിരുന്നാലോ? തണ്ടല്ല അനക്കാൻ പറ്റണില്ലല്ലോ. മാത്രല്ലടാ, കയ്യും കാലൊക്കെ നല്ല തരിപ്പുണ്ട്. ഞാനോട് പറഞ്ഞില്ലേ, ആ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ ഒക്കെ ചെക്ക് ചെയ്താണ്. അത് അതിൻ്റെ ഭാഗമായിക്കാരം. ഇതൊന്ന് പോയാവുന്നല്ലത്. എന്നാൽ പിന്നെ വല്ല എല്ല് തൈമാനൊക്കെയാരം. ചേട്ടാ, ഓ ഏട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് മുനവർ. പേര് സുകേഷ് എന്നാണ്. സ്നേഹത്തോടെ എല്ലാവരും സുഖേട്ടാ വിളിക്കും. എനിക്കിവിടെ അങ്ങനെ കമ്പനി ഒന്നും ഇല്ല ഏട്ടാ. നിങ്ങളെ കണ്ടപ്പോഴേ കമ്പനി കൂടാൻ പറ്റിയ ആൾക്കാരാണ് തോന്നിപ്പോയി. ആ അതിനല്ല ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളത്. അല്ല ഞാനൊക്കെ. ഏട്ടൻ ഫ്രീ ആണോ? നമുക്കൊരു ടീ കുടിച്ചു വന്നാലോ? ആ പിന്നെ എപ്പോൾ കുടിക്കണോ? ഈ ഇവിടെ നിൽക്ക്, ഞങ്ങൾ പോയി കുടിച്ചു തരാം. ആ കുട്ടി എന്നെ ഉദ്ദേശിച്ചത്. അല്ല, ആ ഏട്ടൻ വരുന്നില്ല? ആ ചേട്ടൻ വരുന്നില്ല, അയാൾക്ക് ചായ ഒന്നും കുടിക്കാൻ പറ്റില്ല. ഫുള്ള് ഷുഗറും പ്രഷറൊക്കെയാണ്. എടാ ചെറ്റേ, എന്നെ കൂട്ടാതെ ഒറ്റയ്ക്ക് വിഴുങ്ങല്ലടാ. എനിക്ക് എവിടെടാ പ്രഷറും ഷുഗറും? അനക്ക് 35, എനിക്ക് 32, അതന്നെ ധാരാളം. ഓക്കെ, ഞങ്ങൾ പോയി വരാം. സി യു, ബൈ. അപ്പോൾ കല്യാണത്തിന് വിളിക്കാം. വരൂ ഡാർലിംഗ്, പോയിട്ട് വരാം. ചേട്ടാ, ചേട്ടനത് 2 പേരെ ചേർക്കും. ആ 2 പേര് വേറെ 2 പേരെ ചേർക്കും. അപ്പൊ ആ കമ്മീഷനൊക്കെ ചേട്ടനുള്ളതല്ലേ? ആ 2 പേര് വേറെ 2 പേരെ ചേർക്കും. മൊത്തം എത്ര പേരായി? 4 പേരായി. ഈ 4 പേരും ഏട്ടന് വേണ്ടി വർക്ക് ചെയ്യല്ലേ? ഏട്ടനെന്താ പൈസ കിട്ടിയ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഈ ചങ്ങായിക്ക് ഇത്ര പെട്ടെന്ന് സെറ്റായോ? തെണ്ടി, എന്നെ കൂട്ടിയില്ല. എന്താടാ കാര്യങ്ങളൊക്കെ? എന്താ കല്യാണം? ഓക്ക് ഇന്നെ സെറ്റാവില്ല. ഓക്ക് എന്നോടാണ് ഒരു ഇത്. അല്ലെങ്കിൽ ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ അങ്ങനെ തന്നെ, പ്രായം കൂടുതലുള്ളവരുടെ താല്പര്യം. അത് ശരിയാ. അല്ലെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് എക്സ്പീരിയൻസാണ് മുഖ്യം. അത് വേണമെന്നാ. ഇത് എക്സ്പീരിയൻസ് അല്ല, അത് എക്സ്പയർ ഡേറ്റ് ആണ്. ചെല്ല്. ഓക്കെടാ, ഞങ്ങളത് കറങ്ങിയിട്ട് വരാം. ഓക്കെ, പിന്നെ ഞാൻ വിളിക്കാം. നെക്സ്റ്റ് മന്ത് ഞങ്ങളെ കല്യാണമായിരിക്കും. വരണം കേട്ടോ, നേരത്തെ വരണം. ഓക്കെ, ബൈ. ഒരാളെ ചതിക്കുലേക്ക് വിടുമ്പോൾ എന്തൊരു സമാധാനം. അതെ, നമുക്കൊരു വെറൈറ്റി ഐറ്റം പിടിച്ചാലോ? നമുക്കൊരു തണുത്ത ഐസ്ക്രീം കഴിച്ചാലോ? എല്ലാം ചേട്ടൻ്റെ ഇഷ്ടം പോലെ. എൻ്റെ ഈ മാസം അച്ചീവ് ആയാൽ മതിയായിരുന്നു.